അന്തിക്കാട് പഞ്ചായത്തിലെ 5-6 വാർഡുകളിൽ നിരവധി വീടുകൾ വെള്ളക്കെട്ടിലായിട്ട് ദിവസങ്ങൾ പിന്നിട്ടു. ശുചിമുറികൾ പോലും ഉപയോഗിക്കാൻ കഴിയാതെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാതെയും നിരവധി കുടുംബങ്ങളാണ് ദുരിതത്തിലായത്. അന്തിക്കാട് കോൾപ്പാട ശേഖരവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന വാർഡുകളാണ് 5-6. ഇവിടെ നിന്നുള്ള അധിക ജലം ഒഴുക്കിക്കളയാൻ നടപടികൾ എടുക്കാത്തതാണ് വെള്ളക്കെട്ടിന് കാരണം. പാറളം, ചാഴൂർ, ചേർപ്പ്, അരിമ്പൂർ പഞ്ചായത്ത് പ്രദേശങ്ങളിലെ പാടശേഖരങ്ങളിൽ നിന്നുള്ള അധിക ജലം അന്തിക്കാട് കോൾപ്പാട ശേഖരത്തിലൂടെ ഒഴുകി മണലൂർ താഴം കോൾപ്പടവ് വഴി ഫേസ് കനാലിലെത്തിയാണ് ഏനാമാക്കൽ റെഗുലേറ്ററിലൂടെ കടലിലേക്ക് ഒഴുക്കിക്കളയുന്നത്. എന്നാൽ അന്തിക്കാട് കോൾപ്പാട ശേഖരത്തിൽ നിന്നും ഒഴുകിയെത്തുന്ന വെള്ളം സുഗമമായി കടന്നു പോകണമെങ്കിൽ കാഞ്ഞാൺകോൾ, മണലൂർ താഴം കോൾപ്പാട ശേഖരങ്ങളുടെ ബണ്ടുകൾ താൽക്കാലികമായി പൊട്ടിക്കണം. ഇരു ബണ്ടുകളും പൊട്ടിക്കാത്തതിനാൽ ബണ്ടുകൾ കവിഞ്ഞൊഴുകുന്ന വെള്ളം മാത്രമാണ് നിലവിൽ കടലിലേക്ക് ഒഴുകിപ്പോകുന്നത്. ഇതാണ് ഈ വാർഡുകളിലെ വെള്ളക്കെട്ട് ഒഴിയാതെ നിൽക്കുന്നതിനുള്ള പ്രധാന കാരണം. മഴക്കെടുതിയുമായി ബന്ധപ്പെട്ട് 4, 5, 6 വാർഡുകളിൽ വളരെ രൂക്ഷമായ വെള്ളക്കെട്ടാണ് ഇപ്പോൾ ഇവിടെയുള്ളത്. കല്ലടുപടി ഭാഗത്ത് മിക്കവാറും വീടുകൾ വെള്ളത്തിൽ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കഴിഞ്ഞ ആഴ്ച തന്നെ കളക്ടർക്ക് അതിൻ്റെ ലെറ്റർ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാ വെള്ളവും ഇവിടെ നിന്ന് മണലൂർ വഴിയാണ് പോകേണ്ടത്. അപ്പോൾ മണലൂരത്തെ ആ ബണ്ടും കാഞ്ഞങ്ങോളിലെ ബണ്ടും പൊട്ടിച്ചാൽ മാത്രമേ ഇതിനൊരു പരിഹാരം ഉണ്ടാവുകയുള്ളൂ. അപ്പം സബ് കളക്ടറെ പോയി കണ്ടിട്ടുണ്ടായിരുന്നു. ഈ മീറ്റിംഗ് നാളെ തന്നെ അടിയന്തരമായി വിളിച്ചിട്ടുണ്ട്. ഇതിനെന്തായാലും ഒരു പരിഹാരം നാളെ തന്നെ ഉണ്ടാവും. പ്രശ്നം ചർച്ച ചെയ്യാൻ ചൊവ്വാഴ്ച സബ് കളക്ടറുടെ ചേംബറിൽ 5 പഞ്ചായത്തുകളിലെ ജനപ്രതിനിധികൾ, കോൾ പാടശേഖരങ്ങളുടെ പ്രതിനിധികൾ, കൃഷി, വില്ലേജ് ഓഫീസർമാർ എന്നിവരുടെ സംയുക്ത യോഗം വിളിച്ചിട്ടുണ്ട്. 5-6 വാർഡുകളിലെ വെള്ളം കയറിയ വീടുകളും പ്രദേശങ്ങളും പഞ്ചായത്ത് പ്രസിഡന്റ് ജീന നന്ദൻ, വൈസ് പ്രസിഡന്റ് PS സുജിത്, വാർഡ് അംഗങ്ങളായ ലീന മനോജ്, ശരണ്യ രജീഷ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം CK കൃഷ്ണകുമാർ, വില്ലേജ് ഓഫീസർ J ജനേഷ്, കൃഷി ഓഫീസർ ശ്വേത എന്നിവർ സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. TCV ന്യൂസ്, തൃശൂർ.